സ്പേസ് വിഷ്വലൈസേഷൻ എന്നുള്ളതാണ്. എന്താണ് ഈ സ്പേസ് വിഷ്വലൈസേഷൻ? നോക്കിക്കോളൂ. ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗർ കാണുന്നുണ്ടോ? ഒന്ന് മ്യൂട്ട് ആക്കിക്കോളൂ കേട്ടോ എല്ലാവരും. ഈ സംഭവം, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു പീസ് ഫസ്റ്റ് ഫിഗറിൽ കണ്ട 1 2 3 4 വരെ ആ ഫിഗർ നോക്കണ്ട. ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ ഉണ്ടല്ലേ, ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പീസൊക്കെ വെച്ചിട്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കണം. ഈ ഷേപ്പൊക്കെ അതിലുണ്ടാവും വേണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയത് ഏതാണ് എന്നുള്ളത് കണ്ടെത്തുന്നതാണ് സ്പേസ് വിഷ്വലൈസേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കാം ആൻസർ? ഫസ്റ്റ് വൺ ആണോ? ആണോ ചോദിച്ചാൽ പിന്നെ സെക്കൻഡ് ആയി അല്ലേ, പിന്നെ തേർഡായി. നന്നായി നോക്കി പറയൂ. കറക്റ്റ് എനിക്ക് ഈ ഷേപ്പ് വരും വേണം. സെക്കൻഡ് എന്ന് ദയ പറയുന്നുണ്ട്, അവന്തിക പറയുന്നുണ്ട്. തേർഡ് വരൂല. എന്താ റീസൺ? എനിക്ക് ഈ ഒരു സംഭവം ഉണ്ട്, ഈ ഒരു ഷേപ്പ് തേർഡിലില്ല, ഫോർത്തിലും ഇല്ല, ഫസ്റ്റിലും ഇല്ല. സെക്കൻഡിൽ മാത്രമേ ഈ ഒരു ഷേപ്പ് വരുന്നുള്ളൂ. അതിപ്പോൾ ഇങ്ങനെ ഉള്ളത്, ഇങ്ങനെ ഷാർപ്പായിട്ടുള്ളത് ഇവിടെ താഴേക്ക് അവർ തിരിച്ചിട്ടാണ് തന്നിട്ടുള്ളത് എന്ന് മാത്രം. ദാ ഇവിടെ. ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. സോ ഓപ്ഷൻ 2 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 3യോ? ഒന്നുകൂടി നോക്കൂ. 2 ആണോ? 2 അല്ല, 3 അല്ല. ഈ പോർഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ദാ ഇങ്ങനത്തെ ഒരു കേവും പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ദാ ഇവിടെ ഉണ്ട്. താഴെയുള്ള ട്രയാങ്കിൾ ഇവിടെയും ഉണ്ട്. സോ 1 ആണ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. എ ആണോ? എന്തായാലും സി ആവില്ല അല്ലേ? സി വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കാണാനില്ല സിയില്. അതേപോലെ ഡിയിൽ വന്നിട്ട് ഈ ഷേപ്പ് കുറച്ചും കൂടി വളഞ്ഞു വന്നു. ഇതിവിടെ ഉണ്ട്, ഇതിവിടെ ഉണ്ട്, രണ്ടെണ്ണം, ആദ്യത്തെ രണ്ടെണ്ണം ഉണ്ട്. പക്ഷെ ഈ ഷേപ്പ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉരുളക്കിഴങ്ങ് പോലത്തെ, അതിവിടെ ഇല്ല. ഇതാവുമ്പോൾ പിന്നെ നമുക്ക് ആ ഷാർപ്പ് എഡ്ജുള്ളത് ഇതില്ല, ഈ സംഭവം ഇതിലില്ല. ഇതിലാവുമ്പോൾ ഇതിലും നമുക്ക് വരില്ല. ഈ സംഭവം കുറച്ചും കൂടി ഷാർപ്പായിട്ടാണ് ഉള്ളത്. അപ്പം ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇതാ ഉരുളക്കിഴങ്ങ് പോലത്തെ സാധനം, ഇത് ഷാർപ്പായിട്ടുണ്ട്, ഇതാ ഷാർപ്പായിട്ടുണ്ട്, പിന്നെ ആ ഭാഗം, പിന്നെ മേലത്തെ ഭാഗം ഇങ്ങനെ. സോ ഓപ്ഷൻ എ ആണ്. നോക്കി നിദാനമായിട്ട് പറയൂ കേട്ടോ, പതുക്കെ പറഞ്ഞാൽ മതി. ധൃതി പിടിച്ച ആൻസർ തെറ്റാക്കി പറയണ്ട. ഇനിയിപ്പോൾ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നോക്കി പറയൂ. സിയാ? യെസ്, കറക്റ്റ്, സി തന്നെയാണ്. ഈ ഒരു പിക്ക് ബി എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 പീസസ് വരുന്നുണ്ട്. ഇത് വരില്ല.
ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ട്രയാങ്കിൾ ഷേപ്പ് ഇവിടെ ഇല്ല. ഇതിൽ ട്രയാങ്കിൾ അല്ല, ഇതിൽ ട്രയാങ്കിൾ, ഇതിലും ഇല്ല ട്രയാങ്കിൾ. ഓക്കെ, ഇതിൽ ട്രയാങ്കിൾ ഉണ്ട് ബിയിൽ, പക്ഷെ 4 എണ്ണം വരുന്നുണ്ട്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതിൽ ഈ ഒരു ഷാർപ്പായിട്ട് കല്ല് പോലത്തെ സാധനം എവിടെയുണ്ട്, പിന്നെ ഈ എഡ്ജ് ഇവിടെ, ഈ ഒരു ഷേപ്പ്, പിന്നെ ആ ട്രയാങ്കിൾ ഷേപ്പ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഡി. എ ആണോ ഡി ആണോ? ദയക്ക് എന്ത് തോന്നുന്നു? സി എന്തായാലും വരില്ല അല്ലേ, ഈ ഒരു ലൈൻ എക്സ്ട്രാ ആയിട്ടാണ് വരുന്നത്, സി വരില്ല. ശരി, ബി എന്ത് കാരണം വരില്ല? ഇതിൽ ആ ഒരു ഈ മേലെയുള്ള ഈ സംഭവം സെമി സർക്കിൾ ഇവിടെ കാണുന്നില്ല, ബിയും വരില്ല. എ ആണോ ഡി ആണോ എന്നുള്ള സംശയമാണ് നമുക്ക് ഉണ്ടാവുക. അത് നമുക്ക് ഷുവറായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവം, ഈ ഒരു ഷേപ്പ് ഇതിൻ്റെ കൂടി ജോയിൻ്റ് ആയിട്ടാണ് ഉള്ളത്. സോ ഇതിവിടെ ഉണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു ഷേപ്പാണ്, അതും ഇവിടെ ഉണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു ഷേപ്പ്, ഇതിൻ്റെ ഭാഗവും ഇവിടെ ഉണ്ട്. കറക്റ്റ് ഈ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇത്ര ഭാഗം, പിന്നെ താഴോട്ട്. പക്ഷേ നമ്മൾ ഡി ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ വന്നിട്ടില്ല ഇവിടെ? ഈ സംഭവം വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുണ്ട്, ഇതും വന്നിട്ടുണ്ട്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. അത് കാരണം ഓപ്ഷൻ ഡി വരാത്തത്. ആൻസർ ഓപ്ഷൻ എ മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോൾ. സോ ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ഇതൊന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് തല തിരിച്ചാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇത് വന്നിട്ടുണ്ട്, ഈ ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഓക്കെയാണ്. എന്ത് കാരണം കിഷാൻ ബി എ വരില്ല? ഈ ഒരു ഷേപ്പ് എയിലില്ല. എന്ത് കാരണം സി വരില്ല? ഇത്രയും വലിയ ട്രയാങ്കിൾ നമ്മളുടെ അടുത്ത് ഇല്ല. എക്സ്ക്യൂസ് മീ, ഈ ഡി വന്നിട്ട് പിന്നെ വരാൻ ചാൻസും ഇല്ല കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡി. ഓപ്ഷൻ ഡി എന്ന് കിഷാൻ പറയുന്നു. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുണ്ടോ? കിഷാൻ ഓപ്ഷൻ എ ആയിക്കൂടെ? അതിന്റെ മേലത്തെ ഷേപ്പ് ഇതിലും അങ്ങനെ തന്നെയല്ലേ ഉള്ളത്, ജസ്റ്റ് ഇങ്ങനെയല്ലേ ഉള്ളത്. ഓപ്ഷൻ എ പറയുന്നു, ഡി പറയുന്നു. ഇതിലേതായിരിക്കും? ഏതാ നമുക്ക് ഉറപ്പിക്കാം? എന്ത് കാരണം ഡി ആവില്ല? സി എന്തായാലും വരില്ല, അതേപോലെ ബിയും വരില്ല. എന്താ വെച്ചാൽ ഈ ഒരു ഷേപ്പ്, ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഇതിലില്ല. ഇതിലാണെങ്കിൽ നമുക്ക് ആ
ഈ പറയുന്ന ഈ ഒരു സംഭവം തെറ്റിപ്പോയി. ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ഡി ആണോ? ഇതാണ് ഇപ്പം എൻ്റെ ഡൗട്ട്. ഏതായിരിക്കും? ഡി ആണെന്ന് കിഷാൻ പറയണു, എ ആണെന്ന് അവന്തിക പറയണു. അവന്തിക പറയൂ, ഡി എന്ത് കാരണം വരില്ല എന്ന് പറയൂ. ദിയ എന്താ പറയുന്നത്? ദിയുടെ ആൻസർ എന്താ? ഡി. ഈ ഒരു ഷേപ്പ് കറക്റ്റ് സ്ക്വയർ ഷേപ്പ് എന്നൊന്നും പറയാനില്ല. ഇങ്ങനെ ഇങ്ങനെ നീട്ടിയിട്ട്, സോറി, മേലത്തെ ഭാഗം പരന്നിട്ടാണ് വരുന്നത് അല്ലേ? പറയൂ, ഏതാണ്? പറയട്ടെ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്താ വെച്ചാൽ ഇത് രണ്ടും ഒരേപോലെ തന്നെ ഉള്ളത്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് നോക്കുമ്പോൾ ഓപ്ഷൻ എയിൽ ഈ ഒരു സൈസ് കൂടുതലാണ്. ഈ ഒരു സൈസ് കൂടുതലാണ് വെൻ കമ്പയർ ടു ഡി, അല്ലേ? അപ്പോൾ ഡി ആണ് അവന്തിക ആൻസർ. ഡിയിൽ കറക്റ്റ് സൈസായി. പിന്നെ അത് ഈ പാൻസ് പോലത്തെ ഈ സംഭവം ഇവിടെ തലതിരിച്ചാണ് തന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സംഭവം ഇത് തലതിരിച്ചാണ് തന്നിട്ടുള്ളത്. പക്ഷേ എ ആണോ ഡി ആണോ? ഏകദേശം എയും ഡിയും സെയിം തന്നെയാണ്. തലതിരിച്ച് തന്നിട്ടുണ്ട്, ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് സൈസ് ഇവിടെ മാച്ച് ആവുന്നുണ്ട്. പക്ഷേ ഇതിൽ ഒന്നുകൂടി വലുതായിട്ടാണ് ഉള്ളത്. അത് കാരണം എ വരില്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യം എലിമിനേഷൻ മെത്തേഡിൽ പോകണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്യൂ. എല്ലാം നോക്കേണ്ട ആവശ്യമില്ല. ഒന്നൊന്നും വരില്ല, അതൊക്കെ എലിമിനേറ്റ് ചെയ്ത് വരുന്നത് ചാൻസ് ഉള്ളത് മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നോക്കും കേട്ടോ. കണ്ടാൽ തന്നെ ഇതൊക്കെ വരില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിപ്പെടാൻ പറ്റും. നമുക്ക് ഒരു ധാരണയിൽ എത്തിപ്പെടാൻ പറ്റും. ഡിയാ? സി അല്ലേ വരിക? ഡി വരില്ലല്ലോ. ഇത് സർക്കിൾ 1, ഇത് 2, ഇത് 3 എന്ന് വിചാരിച്ചോളൂ. ഈ സർക്കിൾ ഫസ്റ്റ് ഇതിൽ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഷേപ്പ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ കണ്ട, ഈ സെക്കൻഡ് ഷേപ്പിൽ തേർഡ് ഷേപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് തേർഡ് ഷേപ്പ്. ഇനി സെക്കൻഡ് ഷേപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് മൂന്നും ഇല്ല. ഈ ഒരു സർക്കിളുണ്ട്, തേർഡ് ഷേപ്പും ഇല്ല, സെക്കൻഡ് ഷേപ്പും ഇല്ല, ഇതിലും ഇല്ല. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാൻ കാരണം ഈ സർക്കിൾ ചെറുതാണല്ലോ. സർക്കിൾ ചെറുത്. പിന്നെ നമുക്ക് ഈ ഒരു ഷേപ്പ് ഇത് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഷേപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെ ഷേപ്പും കാണാനില്ല. സർക്കിൾ ഉള്ളിലേക്കാവുകയും ചെയ്തു. അതാണ് ഇത് വരാത്തത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്തത്. D for dog. D. നോക്കൂ, ഒന്നും കൂടി നോക്കൂ. ദയ എന്താ ഒന്നും മിണ്ടാത്തത്? വരുന്നുണ്ട് തോന്നുന്നു. കഴിഞ്ഞോ? അമ്മമ്മ വിളിച്ചോണ്ട്. അതെയോ, ശരി. ആ, ഏതാ വരെ ആൻസർ? D for dog. D for dog.
ഡി ഫോർ ഡോഗിൽ ഈ ഒരു ഇത് വരുന്നുണ്ടോ, ഈ ഒരു സ്പേസ് വരുന്നുണ്ടോ നോക്കൂ. വരുന്നു. ട്രയാങ്കിൾ വരുന്നുണ്ട്, ഈ ഒരു ഷേപ്പും വരുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഷേപ്പ് വരുന്നുണ്ടോ, ഈ ഒരു ഷേപ്പ് ജസ്റ്റ് ഇങ്ങനെ മാത്രമല്ലേ വരുന്നുള്ളൂ. ഈ സെൻറ്ററിലത്തെ പാർട്ടാണ് പറയുന്നത്. അപ്പം ഡി വരില്ലല്ലോ. ബി ബി ഏതായിരിക്കും? എ എ വരാനും ചാൻസ് ഉണ്ടോ? ബി സി എല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഡി. ഈ സംഭവം ദാ ഇവിടെ ഉണ്ട്, ഈ താഴത്തെ ഭാഗം ഇവിടെ ഉണ്ട്, ഇതിൻ്റെ ഈ ഭാഗം ഇവിടെ ഉണ്ട്, പിന്നെ ഒരു വളവാണ്. ഈ ഭാഗം ദാ ഇവിടെ ഉണ്ട്, പക്ഷെ ഈ ഭാഗമില്ല. ഉണ്ടല്ലേ? ഇല്ല. ബി അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ബി. ഉറപ്പിക്കൂ. ഡി. ഡി ഫോർ ഡോഗ്. ഡി ഫോർ ഡോഗ് എന്തായാലും വരില്ലടാ. വരുമോ? ഇല്ല. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വന്നിട്ടുണ്ട്. ശരിയാ, ഡി ഫോർ ഡോഗ് വരും കേട്ടോ. ശരിയാണ്, വരും. ബാക്കിയൊന്നും വരുന്നില്ല. ഇതിൽ ഈ ട്രയാങ്കിളും ശരിയായി വരുന്നുണ്ട്. ട്രയാങ്കിൾ ശരിയാണ്, പിന്നെ താഴത്തെ ഭാഗം ശരിയാണ്. ഇതിപ്പോൾ ഞാൻ വരച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെയാണിത്, ഡി ആണ്. സി എന്ത് കാരണം വരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമുണ്ട്, പിന്നെ ഈ ഭാഗം ലെങ്തി ആയിപ്പോയി. ഇത് നമുക്ക് ആ പിക്കിലില്ല. പിന്നെ ഇതെടുക്കുമ്പോൾ നമുക്ക് ഇത് നഷ്ടപ്പെടുന്നു, ഈ ഷേപ്പ് നഷ്ടപ്പെടുന്നു. ഇത് വരില്ല, ഇത് പിന്നെ തീരെ വരില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എന്ത് കാരണം സിയും ഡിയും ഡിഫറെൻ്റ് ആവുമെന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഭാഗമാണ്. അടുത്തത് ബി ഫോർ ബോയ്. ബി ഫോർ ബോയ്. അതിൽ ഈ ഷേപ്പിൽ ഉണ്ടാ, ഈ ഷേപ്പ് ഉണ്ടാ? എ എ എ കറക്റ്റായിട്ട് വരുന്നുണ്ട്. വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ നോക്കൂ. ഇതോ? ഇത് വരില്ല. ഇതിൻ്റെ ഈ ഭാഗം കൂടിപ്പോയി. സി എന്തായാലും ഇല്ല. ഇതിൽ ഈ ഭാഗമില്ല ഈ ബോക്സിൽ. എ വരുമോ ഡി വരുമോ? ഏതാണ് ഒന്നുകൂടി ഓപ്റ്റ് ആയത്? ഡി ആണ് ഓപ്റ്റ് ആയത്. എന്താ വെച്ചാൽ എയില് ഇത് ഇങ്ങനത്തെ ഷേപ്പിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? പക്ഷേ ഇത് നോക്കൂ, ഇത് കൃത്യമായിട്ടുണ്ട്, ഇവിടെ തന്ന മാതിരിയേ ഉണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. വരുമോ? ഇതെടുത്ത് എന്തെങ്കിലും. ഓക്കെ, എ കൺസിഡർ ചെയ്യാം. വേറെ ഏതെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? ഇതിൽ ട്രയാങ്കിൾ ഇല്ല, ഇതിൽ ട്രയാങ്കിൾ ഉണ്ട്. ഈ ഷേപ്പ് കാണുന്നില്ല അല്ലേ? ഈ ഷേപ്പ് സിയിലില്ല. ഡിയിൽ
ഒരു ട്രയാങ്കിൾ മിസ്സാവുന്നു. സോ ഓപ്ഷൻ എ ആണ് അടുത്തത്. എലിമിനേറ്റ് ചെയ്തിട്ട് പോകും. എനിക്കിത് വേണ്ട. അവന്തിക ക്ലാസ്സിലാണോ നീ? ചെയ്യൂ, ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയൂ. ത്രീ 3 ആണെന്ന് പറയുന്നു. ഏതാണ് 3 എന്ന് പറഞ്ഞത്? ഡി ഫോർ ഡോഗ്. ഇവിടെ ഡി ഒന്നും ഇല്ലല്ലോ. 1 2 3 4 എന്നല്ലേ ഉള്ളത് ഓപ്ഷൻസ്. 4. മ്യൂട്ട് ആക്കിക്കോ, ആൻസർ മാത്രം പറഞ്ഞാൽ മതി. ആൻസർ പറയുമ്പോൾ മാത്രം അൺമ്യൂട്ട് ആക്കിക്കോ. 4. ഓപ്ഷൻ 4ഓ? 2 ട്രയാങ്കിൾ വേണം കിഷാൻ. D for boy. ഇവിടെ ബോയിന്റെയും ഗേളിന്റെയും ഒന്നും ആവശ്യമില്ല. 1 2 3 4 എന്നല്ലേ ഓപ്ഷൻസ് ഉള്ളത്. 2 ആണോ? സർക്കിൾ ഉണ്ട്, റെഡ് ട്രയാങ്കിൾ ഉണ്ട്. പക്ഷെ ഈ സംഭവം ഉണ്ടാ, ഇതുണ്ടാ? ഉണ്ട്. ഇല്ല. ഉണ്ട്. വിഷ്ണുവേ. രണ്ട് മേലത്തെ ലൈന്, ഒന്ന് വലുത് ഒന്ന് ചെറുത്, പിന്നെ 2 എഡ്ജും, ഒന്ന് സ്ട്രൈറ്റായി വന്നിട്ടുണ്ട്, ഒന്ന് ഷാർപ്പായി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഓരോരോ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ. എന്തായി, വരുമോ? ഏതാ വരിക? ഓപ്ഷൻ 3 ആണോ? 2 വരുന്ന പറയുന്ന. എങ്ങനെയാ?
അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 പറഞ്ഞൂടെ? അല്ല, 4-ൽ പിന്നെ 2 ട്രയാങ്കിൾ ഇല്ലല്ലോ അല്ലേ? ഒന്നാമത്തേല് 2 ട്രയാങ്കിൾ ഇല്ല. അതെന്തായാലും വരില്ല. മൂന്നാമത്തേലും ഇല്ല. മൂന്നാമത്തേൽ പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷേപ്പ് ഇങ്ങനെ വന്നിട്ടില്ലേ? ഈ ഷേപ്പ് ഇങ്ങനെ വന്നിട്ടില്ലേ? ഇതിൻ്റെ കൂടെ ഒരു ട്രയാങ്കിളും കൂടി ചേർത്തി കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയർ ആവില്ലേ? പിന്നെ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് അവർ മേലേക്ക് വെച്ചു, പിന്നെ ആ ബോൾ ഇവിടെ വെച്ചു. പക്ഷെ ഇത് ഈ സ്പേസ് കാണിക്കുന്നില്ല എന്ന് മാത്രം. ഇതിൽ ഈ എഡ്ജ് പോയി കിട്ടി. ഈ എഡ്ജ് കുറച്ചും കൂടി നേരിട്ട് വരണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 2 ക്ലിക്ക് ചെയ്യാം. സോ ശരിക്കുള്ള ആൻസർ ഓപ്ഷൻ 3 ആണ്. എന്താ കാരണം ഉണ്ടായത്? ഇങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നു ആദ്യം. ഇതിൻ്റെ ഒപ്പം ഈ ട്രയാങ്കിളിനെ ഒരുമിച്ചാക്കുന്നു. അപ്പോൾ സ്ക്വയർ ഷേപ്പാണ് വരുന്നത് കേട്ടോ. ബോക്സിൽ കാണിച്ച മാതിരിയാണ് ജസ്റ്റ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെയുണ്ട്. അത് സ്ക്വയർ ഷേപ്പായി. പിന്നെ ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ പോകും. ഇതല്ലേ ഇവിടെ തന്നിരിക്കുന്നത്? സോ ഓപ്ഷൻ 3 ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. എന്ത് കാരണം വരില്ല ഞാൻ പറഞ്ഞുതരാം. അതിൽ അവർ ഇങ്ങനെ എഴുതിയതൊക്കെ ഓക്കെയാണ്, ഇങ്ങനെ കൊണ്ടുവന്നതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ലൈന് ഷാർപ്പായിട്ട് ഉണ്ടാവണം. ഇവിടെ നോക്കൂ, ഷാർപ്പായിട്ടില്ല. കണ്ടോ? ഈ ഭാഗം കോർണർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നതേ. അത് കാരണമാണ് വരാത്തത്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നതേ. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ഇവിടെ കൊടുത്തു എങ്കിൽ, ഇവിടെ ഒരു ഇത് വെച്ചു എങ്കിൽ, ഇവിടെ ഒരു ട്രയാങ്കിൾ കൊടുത്താലും നമുക്ക് ഈ ഭാഗം തെറ്റിപ്പോയില്ലേ? അതാണ്. സോ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ. 1 കറക്റ്റ്. റെഡ് സ്ക്വയറായി, 2 ട്രയാങ്കിളായി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോളൂ. ഇതുമില്ല. 2 പാട്ടൊക്കെ പാടുന്ന 4 ഓപ്ഷൻ 4 ആണോ? അല്ല. 2 അല്ല. A അല്ല. ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു സെമി സർക്കിൾ മേലെ വന്നു, പിന്നെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ ഈ ഒരു ഷേപ്പ് ഇത്, പിന്നെ താഴെയുള്ള ഷേപ്പ് ഇത്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. 4ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. കറക്റ്റാണ്. 2 ആണ് കറക്റ്റ്. ഇതിൽ 4 പീസ് ഉണ്ടല്ലേ? 4 പീസ് ഇവിടെ എത്തി. പക്ഷെ ഇതിൽ 3 പീസേ ഉള്ളൂ. ഇത് വരില്ല. ഇതിൽ 1 2 3 4 ഉണ്ട്. പക്ഷേ ഈ ഒരു ഷേപ്പ് തെറ്റിപ്പോയി. ഇത് രണ്ടും സിമിലർ ആയിട്ടുള്ള 2 ട്രയാങ്കിളാണ്. ഇതിൽ ഷേപ്പുകൾ ഡിഫറെൻ്റ് ആവുന്നു, ഇതിലും ഷേപ്പുകൾ ഡിഫറെൻ്റ് ആവുന്നു. സോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഒന്നുകൂടി സൂം ചെയ്ത് വേണമെങ്കിൽ ആൻസർ. 1 അല്ല. 2 വരും. 3ഉം 4ഉം എന്തായാലും വരില്ല, നിങ്ങൾക്ക് ഉറപ്പിക്കാം. 1 എന്ത് കാരണം വരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പേപ്പറൊക്കെ എടുത്തിട്ടേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പ് പേപ്പർ എടുക്കുക. ഇങ്ങനെ മടക്കി വരുമല്ലോ. യെസ്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ.
Three. ഇല്ല. Two. എടാ ഓപ്ഷൻ 3 ഈ ഒരു ഷേപ്പേ ഇല്ലല്ലോ. Two. ടു ടു ആണെങ്കിൽ കറക്റ്റാണ്. Two. Two. ഇതിൽ മാത്രമേ ഈ ഷേപ്പ് വരുന്നുള്ളൂ, ബാക്കി മൂന്നിലും വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. Four. 4 ഓപ്ഷൻ 4 അല്ലേ? Three. 3 അല്ല, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. 8 ചെയ്യും. Two. Two. 2 ആണോ വരിക 1 ആണോ വരിക? ഇവിടെ നമുക്ക് One. ഷേപ്പ് മാറിപ്പോയിട്ടാ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് One. 1 ആണ് വരിക. അടുത്തത് Three. Three. കറക്റ്റ് Three. ആൻസർ. അടുത്തത് One. Two. Four. ഏതാണ് കൃത്യമായിട്ട് One. പറയൂ. One. One. Four. 1 ആണ് ആൻസർ. Two. 2 Two. 11th ക്വസ്റ്റ്യൻ്റെ അല്ലേ? ശരിയാണ്. 13th ക്വസ്റ്റ്യൻ അല്ല, 12th ക്വസ്റ്റ്യൻ. Ten. Four. Four. 4 Two. Two. 4 ആണ് ആൻസർ കേട്ടോ. Four. അതെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ 2 സെമി സർക്കിളിനെ ഒരുമിച്ചാക്കിയിരിക്കുകയാണ് ഇങ്ങനെ. അപ്പം ഈ ഒരു ഷേപ്പ് ഇതിൽ മാത്രമേ വരുന്നുള്ളൂ, ബാക്കി ഒന്നിലും ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. One. 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 1 13ലും 1 കറക്റ്റാണ്. One. One. 14ലും 1. യെസ് കറക്റ്റ്. Two. അല്ല, 1 തന്നെയാണ് കറക്റ്റ്. 15 One. One. കറക്റ്റ്. One. Four. അല്ല, ഓപ്ഷൻ 1 ആണ്. Ma'am, 16th question. ആ ഓക്കെ. 16th ക്വസ്റ്റ്യന് ഓപ്ഷൻ 4 കറക്റ്റാണ്. 17th ക്വസ്റ്റ്യനോ? ഓപ്ഷൻ One. 1 ആണ് കറക്റ്റ്. ഈ ഒരു ഷേപ്പ് വരുന്നുള്ളൂ, പിന്നെ 2 ട്രയാങ്കിൾസ് വരുന്നു. അടുത്തത് 18.
Two. Two. അല്ലല്ലോ. ഒരു സെമി സർക്കിൾ നിർബന്ധമാണ്. ഇതെന്തായാലും വരില്ല. ഇതിൽ 2 സെമി സർക്കിൾ ഉണ്ട്, ഇതും വരില്ല. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പാണ് വരുന്നത്. പിന്നെ ഇതില്ല. പക്ഷേ 1 ആണോ 2 ആണോ എന്നുള്ള സംശയമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷെ 1 ആണ് ആൻസർ. എന്താ വെച്ചാൽ ഈ ഇല്ലല്ല 1 ആണ് ആൻസർ. ഈ ഒരു ഷേപ്പ് ഇതും പിന്നെ ഈ കുഞ്ഞ ഷേപ്പ് ഇതും പിന്നെ ഇത് വന്നിട്ട് ഇതും. സോ ഓപ്ഷൻ 1 ആണ്. ഇനി അടുത്ത ടോപ്പിക്ക് പോവാം. ഇത് നമ്മൾ വായിച്ചത്, ഇപ്പം നമ്മൾ പഠിച്ചത് സ്പേസ് വിഷ്വലൈസേഷൻ എന്നാണ് പറയുക കേട്ടോ ഈ ടോപ്പിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എംബെഡഡ് ഫിഗർ എന്നാണ് പറയുക. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഒളിഞ്ഞിട്ടാണ് ഉണ്ടാവുക. എംബെഡഡ് ഫിഗർ എന്ന് വെച്ചാൽ ഒളിഞ്ഞുണ്ടാവും. ഇസഡിൻ്റെ ഷേപ്പ് ഇതിൽ എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയണം. ടൂല് ഫോറും ഇസഡ് ഉള്ളത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിങ്ങനെയല്ലേ ഉള്ളത് ഇതിൽ രണ്ടിലും? ഫസ്റ്റ് 1 ആണ് കറക്റ്റ്. അടുത്തത് ത്രീയിലും ഉണ്ട് 4ലും ഉണ്ട്. നന്നായി നോക്കി പറയൂ. ടൂലെന്തായി? ഈ എഡ്ജ് നോക്കൂ. ടൂലെന്തായി? എഡ്ജ് നോക്കൂ. എഡ്ജ് പ്രശ്നമായില്ലേ? 3 ആണ് കറക്റ്റ്. ഇതായി ഇവിടെ ഇങ്ങനെ ത്രീയില് സംഭവം ഇവിടെ ഒരു സാധനം ഇല്ലല്ലോ. ഇല്ല 1 ആണ് ആൻസർ. ഇതിലില്ലേ 1 ആണ് ആൻസർ. 2ല് ഈ ഷേപ്പില്ല, 4ലും ഇല്ല. കറക്റ്റ് ആൻസർ 3 ആണ്. 3 കറക്റ്റാണ് കേട്ടോ. 4 4 വരുമോ 1 വരുമോ? 1 ആണ് വരിക. വളഞ്ഞിട്ടുണ്ട്. അല്ല, നമുക്ക് ഈ ഷേപ്പ് അതിൽ എംബെഡഡ് ആയിട്ട് കിടക്കണം. ഇത്ര തന്നെ ഉണ്ട്. 4ൽ അതില്ലല്ലോ, ഷേപ്പ് ഇല്ലല്ലോ. സോറി, 1 ആണ്. ഫോർ ആണല്ലേ. ആരപ്പോ 1 പറഞ്ഞത്? മൂന്ന് പേര് 1 അല്ലേ പറയുന്നത്? കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. 3യിലും സർക്കിൾ ഉണ്ട്, പക്ഷെ ഇത് കുഞ്ഞത്, ഇത് വലുത്.
രണ്ടും ഒരേ ഷേപ്പാണ് വരേണ്ടത്. സോ അങ്ങനെ ഓപ്ഷൻ 3 പോയിട്ട് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. 1 1 1. 2 യെസ്. ആരാ 2 പറഞ്ഞ? ദയ ദയ. കിഷാൻ കറക്റ്റ് ആണോ 2? യെസ് യെസ്. ഓക്കെ. 4 4 3 4-ല് 4 കഷ്ണം മാത്രമല്ലേ ഉള്ളൂ. 1 അല്ലേ, 4 ലൈനല്ലേ ഉള്ളൂ. നമുക്ക് 6 ലൈൻ വേണ്ടേ? 3 ഓപ്ഷൻ 3 ആണ് കേട്ടോ. 3 ആണ് കറക്റ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല. ഇല്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ബുക്ക് ബാക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചു തന്നെങ്കിൽ ചെയ്തോളുവോ? എനിക്ക് അയക്കുമോ? ഞാൻ ഇതിൽ തന്നെ റെഡിങ് കൊണ്ട് ആക്കിയ പോരെ. അങ്ങനെ ചെയ്താലും മതി. ഇപ്പോൾ നിങ്ങൾ മൊബൈലിൽ ഞാൻ നന്നായിട്ട് ഫോട്ടോ എടുത്ത് അയക്കാം, ഓരോരോ ക്വസ്റ്റ്യന് ഫോട്ടോ എടുത്ത് അയക്കാം. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ആ മൊബൈലിൽ തന്നെ ഒരു ചെറിയ ഡോട്ട് മാത്രം വെച്ചാൽ മതി, ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളത് ജസ്റ്റ് ഒരു ഡോട്ട് വെച്ചാൽ മതി. ഓക്കെ. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാൻ വയ്യ, അല്ലെങ്കിൽ വേണ്ട, ഡോട്ട് വേണ്ട, അപ്പോഴും എനിക്ക് സ്റ്റോറേജ് പ്രശ്നം വരും. ഞാൻ ക്വസ്റ്റ്യൻ അയച്ചു തരാം. 1 തൊട്ട് 17 വരെ ആദ്യം നമ്പർ എഴുതി വെച്ചോളൂ. 17 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അയച്ചു തരിക. അതിന് ഏതൊക്കെ ആൻസർ വരും? 1-ന് ഇപ്പോൾ ലൈക്ക് 4 ഓപ്ഷൻ എങ്കിൽ 4 എന്ന് എഴുതുക, ഓപ്ഷൻ മാത്രം. 1 2 3 17 വരെ നമ്പർ എഴുതി വയ്ക്കുക. പിന്നെ ഏത് ഓപ്ഷൻ വരുമോ അത് അവിടെ എഴുതി വയ്ക്കുക. എന്നിട്ട് അത് മാത്രം എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി. വൈകുന്നേരം അയച്ചാലും മതി. ഇപ്പോൾ അച്ഛനമ്മയ്ക്ക് പോകേണ്ട സമയമായില്ലേ. ഒരു 13 മിനിറ്റും കൂടി ഉണ്ട്, പറ്റിങ്ങ അയച്ചോളൂ. ഇല്ലെങ്കിൽ വൈകുന്നേരം അയച്ചാലും മതി, പക്ഷെ അയക്കണം. ശരി. അപ്പോൾ ബൈ.